താത്താ ചോറുന്നല്ലേ ഒരു 10 മിനിറ്റ് കടന്നോളെ കുട്ടികൾ വരുമ്പോത്തിന്. എന്താ സുബൈദ കടന്നൊരുറക്കില്ലാതെ ഞാൻ ഇപ്പം അതല്ല ആലോചിക്കണത്. എൻ്റെ ആങ്ങളെ വന്നതിന് ശേഷം വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. എന്താ ചെയ്യാൻ, എൻ്റെ ആവശ്യമല്ലേ, എനിക്ക് പോവാതിരിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ എന്തോ ഒരു മനസ്സിക്കൊരു സുഖമില്ലാത്തൊരവസ്ഥ. അതന്നെ താത്ത ഇച്ചും ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യമില്ല. അതിപ്പോ എന്തിനാ പോരിപ്പോ ഈ കല്യാണം ഉണ്ടാക്കിയത്? ഞാൻ അടുക്കളേക്കല്ല കേട്ടാ. സീനത്തെ ഇമ്മ അവിടുന്ന് വിളിച്ചിരുന്നു. ഇമ്മ മറ്റന്നാളെ വരുമെന്നായിരുന്നു. അന്ന് തന്നെയാണ് ഇപ്പോൾ സുബൈദാനെ കാണാൻ ഒരാൾ വരുമെന്ന് പറഞ്ഞത്. ഞാൻ അതങ്ങോട്ട് വരാൻ പറയട്ടോ. ഇവിടെ വന്ന് കണ്ടിക്കാണ്ടേ ആണ് പോയിക്കോട്ടെന്നാൽ അതാവും നല്ലത്. ആയിക്കോട്ടെ, ഇവിടുന്ന് വന്ന് കാണാനുള്ള എന്തെങ്കിലും ഏർപ്പാട് നോക്കാം. എന്നാലും ഇപ്പൊ ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഓളിപ്പോ ഇത്രയും ദിവസം വന്നിട്ട് നമ്മളെ വീട്ടിലൊരു അംഗം പോലെ ആയി, എൻ്റെ ഒരു കൂടപ്പറപ്പിന്റെ പോലെയൊന്നും ഓള്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം വന്ന് പോവാന്ന് പറയുമ്പോ ഇച്ചൊരു ഇടങ്ങാറ്. എന്താപ്പ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല സീനത്തെ. ഓക്കിപ്പോ ഒരു കല്യാണക്കാരൻ വന്നപ്പോ ഓളെ നമുക്ക് പറഞ്ഞേക്കണ്ടേ. കാലാകാലം നമ്മളെ പണിക്കാരത്തേര് നിന്നാ മതി. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്തോ ഇച്ചൊരിടങ്ങാറ്. കുട്ടികളോട് ഇപ്പൊ ഞാൻ ഒരു വന്ന് എന്താ പറയാ, ഇത് പറഞ്ഞപ്പോ കുട്ടികളാകെ വല്ലാത്തൊരവസ്ഥയും. ഓളാണെങ്കിൽ ഓളും കുട്ടികളും ഒക്കെ ഒരു ഭയങ്കര സന്തോഷമായിട്ട് കഴിയുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോള് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞാൽ കുട്ടികളോട് ഇപ്പോൾ നമ്മൾ എന്താ പറയാ, അതും ഒക്കെ ഒരു ഇടങ്ങാറാണ്. അതൊന്നും ഇപ്പൊ ആലോചിച്ചണ്ട. ഇനിയിപ്പോൾ അതിങ്ങനെ ആലോചിച്ചേക്കാണ്ട് ഞാൻ അസുഖം കൂട്ടല്ലേ. ഒക്കെ പോവുകയാണെങ്കിൽ ഓല് പോട്ടെ, ഹയറായിട്ട് പോയിക്കാണ്ട്. അല്ലാപ്പം നമ്മളെന്താ പറയാ. ശരിട്ടാ.